ഇപ്പം നമ്മൾ ഈ കാണിക്കുന്ന ഈ ഒരു ജമന്തി ചെടി ഉണ്ടല്ലോ, ഇത് അതായത് പപ്പയും മമ്മിയും കൂടെ എൻ്റെ വീട്ടിൽ വന്നപ്പം അവിടുന്ന് നമ്മുടെ ആ ഒരു ചെടിയുണ്ടല്ലോ ജമന്തി പൂക്കൾ വിരിയുന്ന ആ ഒരു ജമന്തി ചെടി കൊണ്ടുവന്ന് നട്ടതാണ് കേട്ടോ. ഇത് കണ്ടോ, നട്ട് കഴിഞ്ഞ് ഇതിൽ കുറേ പൂവുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ജസ്റ്റ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മളോട് ജമന്തി പ്ലാന്റ്സ് ഒക്കെ വാങ്ങുന്നവർ ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ നമ്മൾ നട്ട് കൊടുത്ത് കുറേ നാൾ കഴിയുമ്പോൾ ഇതുപോലെ നല്ലോണം ഇങ്ങനെ വട്ടം വെച്ച് വരും കേട്ടോ. ഇതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വീട്ടിൽ വന്നപ്പോൾ എടുത്തുകൊണ്ട് വന്ന ജമന്തിയാണ് കേട്ടോ. കണ്ടോ, മുട്ടുകൾ വരുന്നുണ്ട് ഇതാ പൂ വിരിയാനായിട്ട് ഉണ്ടോ. അപ്പം ജമന്തിയൊക്കെ വാങ്ങുന്നവർ ഇതുപോലെയൊക്കെ എല്ലാവരും നട്ടുപിടിപ്പിക്കും കേട്ടോ. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പം ഇതുപോലെ വരും. നോക്കി എന്ത് ഹെൽത്തി ആയിട്ടാണ് നോക്കി പ്ലാന്റ് നിൽക്കുന്നത്. ഇതാണ് നമ്മൾ കറക്റ്റ് നാടനാണെന്ന് പറയുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ ചോട്ടിൽ നിന്ന് ഇങ്ങനെ തൈകൾ കണ്ടോ ഇതുപോലെ ഇങ്ങനെ പൊട്ടിപ്പൊടിച്ച് വരും കേട്ടോ. ഇത് കണ്ടോ, ഇതൊക്കെ അങ്ങനെ തൈകൾ പൊട്ടിപ്പൊടിച്ചേക്കണതാണ്. ഇത് കണ്ടോ എത്ര തൈയാണെന്നറിയോ ഓരോ ചെടീൻ്റെ ചോട്ടിൽ കൂടെ പൊട്ടിപ്പൊടിച്ച് വന്നേക്കണത്. ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഇവിടെ വന്ന് കണ്ടപ്പം ഇതൊരു വീഡിയോ ആയിട്ട് അങ്ങ് എടുത്തതാണ്. ഉണ്ടോ, ഇതുപോലെ ഉള്ള ജമന്തി പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ നട്ടു കൊടുക്കും. എന്നിട്ട് ഈ ഫ്ലവർ ഇങ്ങ് വിരിഞ്ഞ് കഴിഞ്ഞ് ഇത് കണ്ടോ ഇങ്ങനെ കരിഞ്ഞ് കഴിയുമ്പോൾ ഇതങ്ങോട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്ത് നിർത്തിയേക്കണത് കൂടെ കാണിച്ചു തരാം. കണ്ടോ, ഇത് നട്ട് വെച്ചിട്ട് അതുപോലെ പൂ കരിഞ്ഞപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്ത് നിർത്തിയേക്കണതാണ് കേട്ടോ. ഇതുപോലെ എല്ലാം ഉണ്ടോ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്തിയേക്കാണ്. ഇനി ഇതുപോലെ അധികം താമസിക്കാതെ ഇങ്ങനെ വട്ടം വെച്ച് നല്ല ഭംഗിയിൽ പൂക്കളും നല്ല തളിർത്തൊക്കെ വരും കേട്ടോ. അപ്പോൾ ജമന്തി പ്ലാന്റ്സ് ഒക്കെ വാങ്ങുന്നവർ ഇതുപോലെയൊക്കെ നട്ടു കൊടുക്കുക.